അപ്പോൾ ഫൈനലി ബാഴ്സ റോഡ്രിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി ലാഗ് ചെയ്താലും ഇച്ചിരി വെയിറ്റ് ചെയ്താലും എന്താ പ്ലെയറെ കിട്ടിയില്ലേ. ഓക്കെ, സ്റ്റിൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മില്യൺ സിറ്റിക്ക് വേണം. ബാഴ്സ കൊടുക്കുന്ന 45+5 മില്യൺ ആദ്യം ഒരു ബിഡ് വെച്ചു. ഇപ്പം സിറ്റി പറഞ്ഞു നടക്കൂല. രണ്ടാമത് 60-65 മില്യൺ വിത്തൗട്ട് ആഡ് ഓണോ അങ്ങനെ എന്തോ വെച്ചു. അതും സിറ്റി പറഞ്ഞു നടക്കൂല. ഇൻക്ലൂഡിങ് ആഡ് ഓൺ തോന്നുന്നു 65 മില്യൺ വെച്ചത്. സിറ്റി പറഞ്ഞു നടക്കില്ല, അതും പറ്റില്ല. നമുക്ക് ഗോൾഡൻ ബോൾ വിന്നറാണല്ലോ വേൾഡ് കപ്പിലെ. റോഡ്രി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് ഇപ്പോൾ റൈറ്റ് നൗവിലുള്ള. അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഇത്രയൊന്നും പോരാ എന്നുള്ള രീതിയിൽ സിറ്റി പറയുന്നു. അവർ 80 മില്യൺ തന്നെ ഉറച്ചു വെക്കുന്നു. പിന്നെ തേർഡ് ബിഡ് ബാഴ്സലോണ വെക്കുന്നു. നെഗോഷിയേഷൻസും കാര്യങ്ങളും നടക്കുന്നു. ക്ലബ് ടു ക്ലബ്, മാനേജ്മെന്റ് നെഗോഷിയേഷൻസും കാര്യങ്ങളും നടക്കുന്നു. അവർ അഗ്രിമെന്റിൽ റീച്ച് ചെയ്തു 74.6, ഓൾമോസ്റ്റ് 75 മില്യൺ വിത്ത് ആഡ് ഓൺ. കറന്റ് ഇപ്പോൾ 65 കൊടുക്കും. ബാക്കി ആഡ് ഓൺ ഒക്കെ എല്ലാം കൂടെ ചേർത്ത് 74.6 മില്യൺ റോഡ്രിക്ക് കൊടുത്തിട്ട് ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് റോഡ്രിനെ നേരെ ക്യാമ്പ് നൗവിലോട്ട് എത്തിക്കുക എന്നുള്ള പരിപാടിയിലോട്ട് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിലുള്ള ഫാബ്രിസിയോ റൊമാനോ അടക്കം ആ ഒരു ഹിയർ വി ഗോ ഇട്ടിട്ടുണ്ട്. അതായിരുന്നല്ലോ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സാധനം എന്തായാലും ഇൻസ്റ്റാഗ്രാം മറ്റേ ഫാബ്രിസിയോ റൊമാനോന്റെ പേജിൽ പുള്ളി ഇട്ടിട്ടുണ്ട്. സോ ബാഴ്സ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ്. പിന്നെ അതുകൂടെ തന്നെ ഹാവോ കൺസാലോന്റെ അൽഹിലാലിൽ നിന്ന് ലോണിലായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ വന്നിരുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു ജാവോ കൺസാലോയുടെ. അവർ 20 മില്യണോ എത്രയോ സംതിങ് ചോദിച്ചായിരുന്നു. പക്ഷേ അത് പൈസക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ജാവോ കൺസാലോന്റെ അവിടുത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹ്യൂജ് സാലറി, അപ്പോൾ അവർക്ക് ആ ഒരു സാലറി ഒഴിഞ്ഞിടാൻ വേണ്ടി ഹാവോ കൺസാലോന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. നെയ്മറിന്റെ ഒക്കെ ഈ അൽഹിലാൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടാണ് സാന്റോസിലോട്ട് ഫ്രീ ആയിട്ട് പോയത്. ആ ഒരു സെയിം പരിപാടി തന്നെ അവിടുത്തെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് നേരെ ബാഴ്സലോട്ട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ജാവോ കൺസോലും അവിടെ പെർമനന്റ് ഡീലായി മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെയും ഫുട്ബോൾ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഈ ജാവോ കൺസോലിന് എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യമാണ് ബാഴ്സലോണ സൈൻ ചെയ്തത്. ആദ്യം ലോണിൽ വന്നു ഒരു സീസണും, ആ ഒരു മറ്റേ ഒബാമയാങ്ങൊക്കെയുള്ള ആ ഒരു സീസൺ തന്നെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ വന്നു, പിന്നെ ലോണിന് കഴിഞ്ഞ് തിരിച്ചുപോയി. പിന്നെ ബാഴ്സലോണ അതിപ്പോൾ അഗെയിൻ വീണ്ടും മറ്റേ അൽ ഹിലാലിൽ നിന്ന് ലോണിൽ സൈൻ ചെയ്തു. അത് കഴിഞ്ഞു, ലോണിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നെ വീണ്ടും ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്തു. ഇപ്പോൾ പെർമനൻറ്റ് പ്ലെയർ ആണ്. ഇത്ര വർഷത്തെ കോൺട്രാക്റ്റ് ആണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് ചെയ്യാൻ നോക്കിയില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബാഴ്സയുടെ ഒരു അവസ്ഥ. അപ്പോൾ ബാഴ്സയ്ക്ക് ഈ ഒരു ട്രാൻസ്ഫേഴ്സ് മതിയോ? ആക്ച്വലി ഗോർഡനെ കൊണ്ടുവന്നു, അദ്യാമിനെ കൊണ്ടുവന്നു, പിന്നെ ഇപ്പോൾ റോഡ്രിനെ കൊണ്ടുവന്നു, പിന്നെ ബിസ്വി മറ്റേ കഴിഞ്ഞ ഈ ലാസ്റ്റ് ഫ്രണ്ട്ലി മാച്ചിൽ ഒരു കിടിലം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ചങ്ങായിനെ കൊണ്ടുവന്നു. 18 ഇയർ ഓൾഡാണ്. ക്ലബ് ബ്രൂഗേന്ന് കൊണ്ടുവന്ന പ്ലെയറാണ്. ഏത് രാജ്യക്കാരൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അത് നോക്കി വെച്ചിരുന്നു, മറന്നുപോയി ഞാൻ. അപ്പോൾ ഈ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ ലെവൻഡോസ്കി പോയി, നല്ലൊരു സ്ട്രൈക്കർ പോയിട്ടുണ്ട്. ഫെറാൻ ടോറസ്, 2 സ്ട്രൈക്കർമാരും പോയി. ഉള്ള 2 സ്ട്രൈക്കർമാരും പോയിട്ടുണ്ട്. വേണേ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, മറ്റേ ഈജിപ്ത്യൻ പ്ലെയർ ഉണ്ടല്ലോ, എന്താ ചങ്ങായിൻ്റെ പേര്, ഹംസെ, ആ പ്ലെയറിനൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പുള്ളി എന്തോ ബാഴ്സലോണ അക്കാദമിയിലോട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന, കഴിഞ്ഞ സീസണിലോ ഈ സീസണിലും കണ്ടിട്ട് പുതുതായിട്ട് വന്ന പ്ലെയറാണ്, നല്ല പ്ലെയറാണ്. മറ്റേ ഈ അടുത്ത് ഏതോ ഫ്രണ്ട്ലിയിൽ 2 ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. മേ ബി പുള്ളിയെ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ വേറെ സ്ട്രൈക്കറിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. യൂലിയൻ അൽവാരസിനെ നമുക്കറിയാം, ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. റൂട്ടിൻ്റെ നടന്നു, ചിലപ്പോൾ മേ ബി നടക്കാട്ടോ. അവസാനം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ദിവസം എന്ത് വേണേലും നടക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മേ ബി യൂലിയൻ അൽവാരസ് വന്നേക്കാം. അതിൻ്റെ ഒരു ബാക്കപ്പായിട്ട് ജൂനിയർ ഗ്രൂപ്പിനെ നോക്കിയായിരുന്നു. പക്ഷേ ആ ഡീൽ ഓഫായി കംപ്ലീറ്റ്ലി. ഇപ്പോൾ യൂലിയൻ അൽവാരസിൻ്റെ മാത്രമാണ് ചെറുതായിട്ടൊന്ന് ഓണായി കിടക്കുന്നത്. പക്ഷെ അതും വലിയ ഹോപ്പൊന്നും ആയിരിക്കും ഇല്ല. അപ്പോൾ ഒരു സ്ട്രൈക്കറെ വേണം, അത് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഇതൊന്നും അല്ല ബാഴ്സയ്ക്ക് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ റാഫീഞ്ഞ, ലമീൻ യമാൽ, ഗോർഡൻ, അദയാമി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിനെ പറഞ്ഞു വിട്ടു. റാഷ്ഫോർഡിനെ പറഞ്ഞു വിട്ടു, ഗോർഡനെ സൈൻ ചെയ്ത്. എനിക്ക് ആ കോൺസെപ്റ്റ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഫോൾസ് 9 ആണെന്നൊക്കെ പറയുന്നുണ്ട്. റിയാലിറ്റി ആയിട്ടോണോ, എന്തായാലും അതവിടെ മാറ്റി വെച്ചേക്കാം. ഇത്രയും ആൾക്കാർ അറ്റാക്കിങ്ങിലുണ്ട്. ഇനിയും വേണം, മറ്റേ ബിസ്വി ഉണ്ട്, പിന്നെ ഓൾമോ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറാണ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ടൈപ്പാണ്. പക്ഷേ പുള്ളിയെ വേണേൽ നമുക്ക് ആ ഒരു ചോയ്സിലോട്ടും വേണേൽ ഉപയോഗിക്കാം. കാരണം മിഡ്ഫീൽഡേഴ്സ് ഓൾറെഡി ഫ്രങ്കി ഡിയോങ്, പെഡ്രി, റോഡ്രി, അങ്ങനെ ഇത്രയും ആൾക്കാരുണ്ട്. ഓക്കെ, കസാഡോ ചിലപ്പോൾ മേ ബി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, വേണേൽ ഓൽമോനെ അങ്ങോട്ട് ആ ഒരു ഇതിലോട്ട് വേണേൽ കളിപ്പിക്കാം. പക്ഷേ ഇത്രയും അറ്റാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, സ്ട്രൈക്കർ മാത്രമാണ് അവിടെ ഒരു ലാക്കിംഗ് ഉള്ളത്. ഇതൊന്നും നല്ല ഇമ്പോർട്ടൻറ്റ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യമാണ്. അവർക്ക് വേണ്ടത് ആക്ച്വലി CB ആണ്. ഹൈലൈൻ കളിക്കാൻ പറ്റിയ, ഹൈലൈൻ വളരെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഹൈലൈന് പറ്റിയ എത്ര ഡിഫൻഡേഴ്സ് ഈ ഒരു ബാഴ്സ ടീമിലുണ്ട്? അതൊരു ചോദ്യമാണ് അല്ലേ? എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം
ഓൾറെഡി ഉള്ള ഒരു ഡിഫൻഡറിനെ കൊടുത്തു. അരാഹു ലോണിൽ പോയി. അവർക്ക് വേണമെങ്കിൽ വിത്ത് ബൈ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് സാലറി പോയി. അതാണ് ഏറ്റവും വലിയൊരു ബാഗേജ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പോയത്, ആ ഒരു സാലറി 1:1 വിളിച്ചു. ഇപ്പോൾ അതൊന്നുമില്ല. ഒക്കെ കുറേ ലെവൻഡോസ്കി ഇവരൊക്കെ പോയതുകൊണ്ട് തന്നെ അവർക്ക് ഓവർകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ ഇത്. പക്ഷേ ഈ ഒരു ഹൈലൈന് പറ്റിയ ഒരു നല്ലൊരു ഡിഫൻഡർ ഇതുവരെ ഒരെണ്ണം പോലും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ആവകൺസലിനെ മാത്രം സൈൻ ചെയ്തത്. അതുകൊണ്ട് എന്താവാനാ? കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ബാഴ്സ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമുണ്ട്. അവർക്ക് ഡൊമസ്റ്റിക് ട്രബിൾ അടിച്ചിട്ടില്ല, സോറി കോപ്പ ഡെൽ റേ മിസ്സായിട്ടുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ലാലിഗ അടിച്ചിട്ടുണ്ട്. ആ കഴിഞ്ഞ സീസണിൽ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഡിഫൻസ് ശോകമാണ്. ആ ഡിഫൻസ് ശോകമാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് പോലത്തെ മേജർ ടൂർണമെന്റ് കിട്ടാൻ ബാഴ്സക്ക് വളരെയധികം ചാൻസ് കുറവാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെയാണ് ആ ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്തത് നമ്മൾ കറക്റ്റ് കണ്ടു. അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമല്ല, ലാലിഗയിലെ ഓരോ കുഞ്ഞു ടീംസ് വരെ ബാഴ്സന്റെ ആ ഒരു ഹൈലൈനെ നല്ലപോലെ ബ്രീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഇതുവരെ ബാഴ്സ കണ്ടെത്തിയിട്ടില്ല. വൈ നോട്ട്? അതിനെന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താത്തത്? അതിലൊന്നും പേര് കേട്ട പേരുകൾ ഒന്നും കേൾക്കുന്നില്ല. ആരെ സൈൻ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ല. ഇത് ആരെ കൊണ്ടുവരുന്നു? മറ്റേ ആരോ ഒരാളുടെ മറ്റേ ക്രിസ്ത്യൻ റൊമേറോനെ സൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് ക്രിസ്ത്യൻ റൊമേറോ അല്ല, എന്താ മറ്റേ അർജന്റീന ഡിഫൻഡർ, കറക്റ്റ് പേര് ഐ എം വെരി ബാഡ് വിത്ത് നെയിംസ്. ഓക്കെ, സോറി. അർജന്റീന ഡിഫൻഡർ അല്ലേ മാർട്ടിനസിനൊപ്പം നിൽക്കുന്ന ആ പുള്ളിനെ കൊണ്ടുവരുന്ന. പക്ഷേ പുള്ളി ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് പോയി. പിന്നെ വേറെ ആരെന്തൊക്കെയോ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും മുഴച്ചിരിക്കുന്ന പേരല്ല. എല്ലാവർക്കും യൂലിയൻ അൽവാരസ്, റോഡ്രി, ബാഴ്സന്റെ മിഡൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും അഹങ്കാരമായിട്ട് കൊണ്ടിറക്കുന്ന ഒരു സാധനമാണ് മിഡ്. ഫ്രങ്കി ഡിയോങ്ങും പെഡ്രി, കസേഡോ, ഓൽമോ, ആവശ്യത്തിൽ കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. ആക്ച്വലി മിഡ് സ്ട്രോങ് മിഡാണ്. അവർക്ക് റോഡ്രിനെ കൂടി ഒന്നും കൂടി സ്ട്രോങ് ആകും. നമുക്ക് നല്ല കാര്യമല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഡിഫൻസിലോട്ട് എന്തുകൊണ്ട് ഒരാളെ കൊണ്ടുവരുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം അവിടെ നല്ലൊരു ഡിഫൻഡർ ഇല്ലടേ. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ നോക്കിയാൽ മതി. എറിക് ഗാർഷ്യയും കുബാർഷ്യയൊക്കെ ചില സമയത്ത് കളിച്ചില്ല. എറിക് ഗാർഷ്യയൊക്കെ അങ്ങനെ പ്രോപ്പർ ഒരു ഡിഫൻഡറൊന്നും അല്ല. പുള്ളി ഒരു മിഡ്ഫീൽഡർ റോളിലൊക്കെ കളിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് മാക്സിമം. ചില സമയത്ത് റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിക്കലുണ്ട്. വേറെ എങ്ങനെ ജൂൾസ് കുണ്ടേനെ ഈ സീസണിൽ CB ആക്കാൻ നോക്കുന്നുണ്ട്, എന്ന് റൈറ്റ് ബാക്കിൽ വേറെ ആരെയും കളിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ പറച്ചിൽ വരുന്നുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല ബാഴ്സ ഈ ഡിഫൻസിന്റെ കാര്യത്തിൽ എന്താ ഇത്രയധികം ഉഴപ്പി നിൽക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സീരിയസ്നെസ്സും ഇല്ല. ചിലപ്പോൾ മേ ബി നോക്കുന്നുണ്ടാവും, പക്ഷേ ഇതുവരെ അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും യാതൊന്നും വരുന്നില്ല. അറിയില്ല. ബാഴ്സ ഡിഫൻസിലും കൂടി നല്ലൊരാളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. നല്ല 1-2 പ്ലേയേഴ്സിനെ ബാക്കപ്പായിട്ട് 1-2 പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. ബാക്കപ്പായിട്ട് ഒരാളെയും നല്ലൊരു ഡിഫൻഡറെയും കൊണ്ടുവരണം. അതും ഹൈലൈന് ഹൻസി ഫ്ലിക്കിന്റെ പ്രോപ്പർ പ്ലാനിന് പറ്റിയ നല്ല ഡിഫൻഡേഴ്സിനെ തന്നെ കൊണ്ടുവരണം. എന്നാലും ചാമ്പ്യൻസ് ലീഗ് പോലത്തെ മേജർ ടൂർണമെന്റ്സ് അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ എല്ലാവിധ ബുദ്ധികളും ഉപയോഗിക്കുന്ന ടീംസ് ആണ് ഉള്ളത്. അതുപോലത്തെ ഒരു മേജർ ടൂർണമെന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഫൻസും വെച്ച് പോയി കഴിഞ്ഞാൽ പൊട്ടും. ആ ഹൈലൈൻ റീച്ച് ആയി പോകും. ആ ടീം പൊട്ടിപ്പോകും എന്നല്ല ഞാൻ പറയുന്നത്. തോൽക്കാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. ഓക്കെ, ഈ ഒരു ഡിഫൻഡേഴ്സിനൊക്കെ ഈസി ആയിട്ട് എക്സ്പോസ്ഡ് ആക്കാൻ പറ്റും. ഈ ഹൈലൈന് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അത്യാവശ്യമാണ്. അതിന് റോഡ്രി ഉണ്ട്, പെഡ്രി അവിടെ ഉണ്ട്, ഫ്രങ്കി ഡിയോങ് ഉണ്ട്. ഫ്രങ്കി ഡിയോങ് ഇച്ചിരി ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ് ഫ്രങ്കി ഡിയോങ് എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് സ്റ്റിൽ പുള്ളിയും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ആ മിഡ്ഫീൽഡേഴ്സ് അവിടെ ഉള്ളത് ഒരു അഹങ്കാരം തന്നെയാണ്. ബട്ട് ചിലപ്പോൾ ആ ഡിഫൻസ് എക്സ്പോസ്ഡ് ആയി പോകും. മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ബാക്കിലോട്ട് ബോൾ വരൽ കുറവാണ്. സ്പെയിൻ കളിച്ച കളി നമുക്ക് വേൾഡ് കപ്പിൽ അറിയാം. മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫൻസിന് വലിയ പണി വരാറില്ല, ഡിഫൻസിനും ഗോൾ കീപ്പറിനും. അതുപോലെ ഏതാണ്ട് ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ബാഴ്സന്റെ എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് സ്റ്റിൽ നല്ലൊരു ടീം വന്നാൽ എക്സ്പോസ്ഡ് ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അറിയില്ല, അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാഴ്സ എന്തായാലും റോഡ്രി സൈൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ കാര്യം അത് വാക്ക് വലിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെ അവിടെ നല്ലൊരു കൊട്ടൽ കൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങോട്ട് കുറേ കൂടെ ബെർണാഡോ സിൽവ, കുക്കുറല്ല, പിന്നെ ആരൊക്കെയാ 1-2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഇവന്മാരൊക്കെ മറ്റേ ഡംഫ്രൈസ്, ഇതൊക്കെ ബാഴ്സ നോട്ടിട്ട പ്ലേയേഴ്സ് തന്നെയല്ലോ. അപ്പോൾ ഇവന്മാരൊക്കെ ഒരു ചാമ്പൽ ചാമ്പിയതുകൊണ്ട് തന്നെ റയലിനിട്ട് തിരിച്ചൊരു ചാമ്പൽ ചാമ്പിയുണ്ട്. അതിന് റോഡ്രി നല്ലപോലെ ഇന്നെടുത്തു. റോഡ്രി ഐ തിങ്ക് പെർഫെക്റ്റ് പ്ലെയർ ടു ബാഴ്സ. റയൽ അവിടെ മിഡിനെ നോക്കാത്തത് പോലെയാണ് ബാഴ്സ അവിടെ ഡിഫൻസിനെ നോക്കാത്തത്. റയൽ അവിടെ മിഡ്ഫീൽഡിൽ ഒരാളെ പോലും സൈൻ ചെയ്തിട്ടില്ല. മാനവും മര്യാദയ്ക്കുള്ള അവർക്ക് വേണ്ട കഴിഞ്ഞ സീസണിലായാലും അതിൻ്റെ മുമ്പത്തെ സീസണിലായാലും അവർ ഭയങ്കരമായിട്ട് ടോണി ക്രൂസ് പോയതിന് ശേഷം ലാക്ക് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് മിഡ്ഫീൽഡായിരുന്നു. ആ ഒരു സാധനം അത് ഇതുവരെ റയൽ സൈൻ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ബാഴ്സ എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു ഇനിഗോ മാർട്ടിനസ് പോയതിനു ശേഷം അവിടെ ആ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് നിൽക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇല്ല ഡിഫെൻഡിങ്ങിൽ.
അത് വൻ കുറവ് തന്നെയായിരിക്കും അത് വരാൻ പോകുന്ന മാച്ചസിൽ കാണും. ചിലപ്പോൾ ലീഗൊക്കെ ചിലപ്പോൾ മേ ബി അടിക്കാൻ ചാൻസ് ഉണ്ട്. റയൽ അവിടെ വലിയ കോമ്പറ്റീഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, കഴിഞ്ഞ സീസണിൻ്റെ മുമ്പത്തെ സീസൺ നമുക്കറിയാം ലീഗ് വളരെ ഈസി ആയിട്ട് ബാഴ്സ ജയിച്ചതുപോലെയായിരുന്നു. അവസാനമൊക്കെ ആയ സമയത്ത് ബാഴ്സ തന്നെ അടിക്കും എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. പക്ഷേ ഇത് അതുപോലെയാണെന്നുണ്ടെങ്കിൽ ബാഴ്സ ഈസി ആയിട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ റയൽ അവിടെ കോമ്പറ്റീഷൻ ലീഗ് രണ്ടും കൽപ്പിച്ചാണ് ഹോസെ മൊറീനോ ടീമും വന്നതെന്നുണ്ടെങ്കിൽ അവിടെയും കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് എന്തായാലും ഈ ഒരു ഡിഫൻഡേഴ്സും വെച്ച് നടക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് ചാമ്പ്യൻസ് ലീഗ്. എനിക്ക് തോന്നുന്നില്ലടേ, ടു ബി ഫ്രാങ്ക്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്താൽ പിന്നെ എൻ്റെ കോൺടാക്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. താങ്ക് യു സോ മച്ച്.